124 രേഖകൾ അടിയന്തരമായിട്ട് ED ഓഫീസിലെത്തിക്കണമെന്നുള്ള സമൻസ് ED വീണ വിജയന് കൊടുത്തു കഴിഞ്ഞു. വീണ തൈക്കണ്ടിയിൽ വീണ ടിക്ക് കൊടുത്തിരിക്കുന്ന സമൻസിൽ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചൊവ്വയാണ്, ബുധൻ, വ്യാഴം, വെള്ളി. മാസപ്പടിക്കാണ് മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ വീണയ്ക്ക് ED സമൻസ് അയച്ചു. വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ED ഇന്ന് സമൻസ് അയക്കും. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവരും സമൻസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. കേസിൽ ഇതാദ്യമായിട്ടാണ് വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED തുടരന്വേഷണം നടത്തുകയാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ അനുവാദവുമുണ്ട്. സിംഗിൾ ബെഞ്ചിന് ഉത്തരവിനെതിരെ CMRL നൽകിയ ഹർജി ജസ്റ്റിസ് രാജവിജയരാഘവനും അതുപോലെ ജസ്റ്റിസ് KV ജയകുമാർ അടങ്ങുന്ന ബെഞ്ച് തള്ളിയിരുന്നു. അപ്പോൾ ഇതിന്റെ ബേസിലാണ് വന്നിരിക്കുന്നത്. സമൻസ് അയക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വന്ന് കേൾക്കണം, കേസ് കേൾക്കണം, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയണം എന്നാണ് ED ആവശ്യപ്പെടാൻ പോകുന്നത്. അതിനിടയിലാണ് 124 ഡോക്യുമെൻറ്റുകൾ, അതായത് ഇവരുമായി ബന്ധപ്പെട്ട ബാങ്ക് ഡോക്യുമെൻ്റ് അടക്കമുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ED ഒരു കത്ത് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് തിരിച്ചു കൊടുക്കുമോ, ആ രേഖകൾ കൊടുക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ലോക്കറിൻ്റെ താക്കോൽ വരെ അവർക്ക് ചോദിക്കുന്നുണ്ട്. ലോക്കറിനകത്ത് എന്തെങ്കിലും രേഖകളുണ്ടോ എന്നതിനെ സംബന്ധിച്ചും വലിയ തർക്കത്തിലാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു മാനസിക സംഘർഷത്തിന് ഈ കാര്യങ്ങളൊക്കെ ഇടയാക്കും. സ്വന്തം മകളാണ്, മറ്റാരുമല്ല. വീണ്ടും രണ്ടാമതും വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങോട്ട് വിളിക്കുമ്പോൾ പിന്നെ ചെല്ലാതിരിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ വന്നാലല്ലേ തല്ലാൻ പറ്റുള്ളൂ, കാറൊക്കെ അടിച്ചു വിളിക്കാൻ പറ്റും. അങ്ങോട്ട് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് നടക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങോട്ട് ചെല്ലും. പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ഭയമുണ്ട്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ CMRL MDയെയും ശശിധരൻ കർത്തയെയും അവരുടെ ആളുകളെ എല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്ത് വരുമ്പോൾ സംശയം തോന്നിയാൽ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വീണ വിജയൻ അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് കേരളം കാത്തിരുന്ന് കാണുന്ന മറ്റൊരു പ്രധാന വിഷയം. അങ്ങനെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ ഒരു വാർത്ത, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന ഒരു വിഷയമായി മാറും എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്തായാലും വീണയ്ക്കെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് ED പോകുന്നത്. അതിനകത്തൊരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം EDയുടെ തിരുവനന്തപുരത്തെ റെയ്ഡിൽ EDയെ ആക്രമിച്ച് വ്യക്തിപരമായി EDയുടെ ഓഫീസർമാരെ, അവരെ ആരായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിൻ്റെ പ്രതിനിധികളാണല്ലോ. ഇപ്പോൾ കൊച്ചി ഓഫീസിൽ നിന്ന് പോയാലും തിരുവനന്തപുരത്ത് നിന്ന് പോയാലും എവിടെ നിന്ന് പോയാലും അവരുടെ പ്രതിനിധികളാണ്. അവരുടെ ഓഫീസും അവരുടെ വാഹനവും തല്ലിപ്പൊളിച്ച് അവരെ ഭീഷണിപ്പെടുത്തി കൊലപാതകത്തിന് ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിവാദമായി, വാർത്തയായി. അത് നേരെ പോയി കൊടുത്തത് പോലീസ് കേസെടുത്തു. 10-25 ആളുകൾ ഇപ്പോൾ അകത്താണ്. 7 വർഷമെങ്കിലും മിനിമം കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ശിക്ഷയാണ് വച്ചിരിക്കുന്നത്. കൊലപാതക ശ്രമം വരെയുണ്ട്. അപ്പോൾ വലിയ ശിക്ഷയാണ് വരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതിനകത്ത് സാധാ പ്രവർത്തകരുണ്ട്, അനുഭാവികളുണ്ട്, എല്ലാവരും കൂടെ അടങ്ങുന്ന ഒരു 25 പേരടങ്ങുന്ന സംഘമാണ് അകത്ത് കിടക്കുന്നത്. അത്ര എളുപ്പമല്ല. അവർക്ക് ജാമ്യം കിട്ടൽ പോലും എളുപ്പമല്ല. EDയെ ആക്രമിച്ച കേസായതിനാൽ പരമാവധി ശിക്ഷ കൊടുക്കാനും നമ്മുടെ സുപ്രീം കോടതികളായാലും ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും പരമാവധി ശിക്ഷ കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ED കേസ് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. 124 രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തു കഴിഞ്ഞു. വെള്ളിയാഴ്ച സമൻസ് അയച്ച് വെള്ളിയാഴ്ച ഈ വിഷയങ്ങൾ പറയാൻ വിളിക്കും. എന്ത് പറയുന്നു എന്നറിയില്ല. എന്തായാലും കുറേ എവിഡൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ പിന്നെ ഇവർ വർക്ക് ചെയ്യുന്നത്, ഈ ED വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു വീഴ്ച, പൊളിറ്റിക്കലായിട്ടുള്ള വീഴ്ച പിണറായി വിജയനും കുടുംബപരമായിട്ടുള്ളൊരു വീഴ്ച വീണ വിജയനും ഉണ്ടാകുന്ന ഒരു മോശം കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വീണ വിജയൻ ഇതിലൊന്നും ഇല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഞാനിതിനകത്തൊന്നും പെട്ടിട്ടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പറയുമ്പോഴും എക്സാലോജിക്കിൽ നിന്ന് മാസം 8 ലക്ഷം രൂപ 2 ഹെഡിലായി 5 ലക്ഷവും 3 ലക്ഷവും രൂപ വാങ്ങിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് കൊടുത്ത സേവനം, CMRLന് കൊടുത്ത സേവനം സീറോയാണ്, ബിഗ് സീറോയാണ്. യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇവർ തമ്മിലൊരു പുസ്തകമില്ല, ഒരു ലേഖനമില്ല,
ഇവർ തമ്മിൽ ഒരു ഇടപാടുമില്ല. അപ്പോൾ ഒരു ഇമെയിൽ പോലും അയച്ചിട്ടില്ല. അപ്പോൾ എന്തിലാണ് അവരെ സഹായിച്ചത്? ഈ വീണ വിജയൻ്റെ എക്സ്പെർട്ടൈസ് എന്താണ്, എന്ത് സഹായമാണ് CMRന് കൊടുത്തത്? അതിനാണ് മാസം തോറും 5 ലക്ഷം രൂപ അവർക്ക് വ്യക്തിപരമായും 3 ലക്ഷം രൂപ അവരുടെ സ്ഥാപനത്തിനും കൊടുത്തു. അങ്ങനെ 8 ലക്ഷം രൂപ കൊടുത്തതിൻ്റെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് EDക്ക് അറിയണം. അതറിയാനാണ് വിളിക്കുന്നത്. പ്രശ്നമാവുമെങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വീണ്ടും കേരളത്തിൽ ഒരു റൗണ്ട് കൂടി CPM വലിയ പ്രതിരോധത്തിലേക്ക് പോകും.